വെൽക്കം ടു ലേണിനോ. ഇന്ന് നമ്മൾ PN ജംഗ്ഷനിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഏറ്റവും പുതിയ അപ്രോച്ച് ആയിട്ടുള്ള CTQ ടെക്നിക്കിൽ, ദാറ്റ് ഈസ് കോൺസെപ്റ്റ് ത്രൂ ക്വസ്റ്റ്യൻസിലൂടെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്കറിയാം ടെക്നിക്കൽ എക്സാംസിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരുപാടധികം കണ്ടന്റ്സ് പഠിക്കാനുണ്ടാവും. പ്രത്യേകിച്ച് ഇപ്പം വരുന്ന സിലബസിൽ ഒരുപാട് കണ്ടന്റ്സ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ നമുക്ക് കണ്ടന്റ്സും പഠിക്കണം, പിന്നെ അതിൽ നിന്നുള്ള MCQസും പഠിക്കണം. അങ്ങനെ ഒരുപാട് ടൈം നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. അപ്പൊ ഈ CTQ അപ്രോച്ചിൽ, ദാറ്റ് ഈസ് കോൺസെപ്റ്റ് ത്രൂ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുമ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിക്കും, ഒപ്പം നമുക്ക് ആ കോൺസെപ്റ്റ്സും പഠിച്ചു പോകാനായിട്ട് പറ്റും. ഒരു അഡ്വാൻറ്റേജും കൂടെ ഉണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പം കുറേ തിയറി പഠിക്കുന്നു, പക്ഷെ നമുക്കൊരു MCQ നമ്മുടെ ഫ്രണ്ടിൽ വരുമ്പോൾ നമ്മൾ പഠിച്ച കാര്യം എങ്ങനെ ആ ക്വസ്റ്റ്യനിൽ അപ്ലൈ ചെയ്യണമെന്നും കൂടെ നമുക്ക് അറിയണം, അല്ലെ? അപ്പൊ ഈ CTQ വഴി നമ്മൾ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ കാണുന്നു, അതില് എങ്ങനെ നമ്മൾ പഠിച്ച കോൺസെപ്റ്റ് അപ്ലൈ ചെയ്യുന്നു എന്നുള്ളതും കൂടെ നമ്മൾ ലൈവായിട്ട് അപ്പൊ നമ്മൾ പറയുകയാണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ബിഗ് അഡ്വാൻറ്റേജ് ഇൻ യൂസിങ് CTQ. സോ ഈ ഒരു അപ്രോച്ചിലായിരിക്കും നമ്മളുടെ ഇനിയുള്ള എല്ലാ MCQ സീരീസും നമ്മൾ ചെയ്യുന്നത്. അത് വളരെയധികം എഫക്റ്റീവ് ആണ് എന്നുള്ളത് പ്രൂവൺ ആണ്. ഓക്കെ, സോ ഡയറക്ട്ലി നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. സോ PN ജംഗ്ഷനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അതായത് സെമി കണ്ടക്ടർ ഫിസിക്സിന്റെ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സിന്റെ ഒരു ബേസ് ആണ് അല്ലെ PN ജംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ PN ജംഗ്ഷൻ ഡയോഡും അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് ജസ്റ്റ് ഒരു ഫോർവേഡ് ബയസും റിവേഴ്സ് ബയസും മാത്രമല്ല, ഇൻ ഡെപ്തിലേക്ക് പോകുമ്പോഴത്തേക്കും അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഈ ക്വസ്റ്റ്യൻസിലൂടെ നമ്മൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളും കൂടെ പറഞ്ഞു പോവാണ്. ഒപ്പം ബേസിക് ആയിട്ടുള്ള ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. Question number 1. Okay, question number 1. In a PN junction diode, options തന്നിട്ടുണ്ട്. Option A, the depletion capacitance increases with increase in the reverse bias. The depletion capacitance decreases with increase in the reverse bias. The depletion capacitance increases with increase in forward bias. And the depletion capacitance is much higher than the depletion capacitance when it is forward biased. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ PN ജംഗ്ഷൻ ഡയോഡിനെ കുറിച്ചാണ്. അവിടെ ഫോർവേഡ് ബയസിനെ കുറിച്ച് പറയുന്നുണ്ട്, റിവേഴ്സ് ബയസിനെ കുറിച്ച് പറയുന്നുണ്ട്, ഡിപ്ലീഷൻ കപ്പാസിറ്റൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഈ ഡയോഡുമായിട്ട് എങ്ങനെ കപ്പാസിറ്റൻസ് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് അറിഞ്ഞാലേ നമുക്ക് ഈ ഒരു ചോദ്യത്തിന് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. സോ ബേസിക്കലി നമുക്കറിയാം, നമ്മൾ ഒരു ഡയോഡ് നമുക്ക് ഫോർവേഡ് ബയസ് കണ്ടീഷൻ ഉണ്ട്, റിവേഴ്സ് ബയസ്ഡ് കണ്ടീഷൻ ഉണ്ട്. അതായത് പി ടൈപ്പ് നമ്മൾ പോസിറ്റീവിലേക്കും, നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് പോസിറ്റീവിലേക്കും N ടൈപ്പ് നെഗറ്റീവിലേക്കും കണക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് അത് എന്തെന്ന് പറയുന്നത് ഫോർവേഡ് ബയസ്ഡ് കണ്ടീഷൻ. റിവേഴ്സ് ബയസ്ഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് പി ടൈപ്പ് നെഗറ്റീവിലേക്കും N ടൈപ്പ് പോസിറ്റീവിലേക്കും. അത് ബേസിക് ആയിട്ട് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇനി എങ്ങനെയാണ് ഈ ഒരു ഡിപ്ലേഷൻ കപ്പാസിറ്റൻസ് എന്ന വാക്ക് ഇവിടെ വരുന്നതെന്ന് അറിയാം. അപ്പൊ നമുക്കറിയാം, ഈ ഡിപ്ലേഷൻ റീജിയൻ നമ്മൾ റിവേഴ്സ് ബയസ് ചെയ്യുന്ന സമയത്ത്, നമുക്ക് ഇവിടെ റിവേഴ്സ് ബയസിന്റെ ഒരു കണ്ടീഷൻ വെച്ച് പറയാം. റിവേഴ്സ് ബയസ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം എന്താണ് സംഭവിക്കുക. ഈ ഡിപ്ലീഷൻ റീജിയൻ, അതായത് പി ടൈപ്പിന്റെയും N ടൈപ്പിന്റെയും ഇടയിലുള്ളതാണ് നമുക്കറിയാം ആ ഡിപ്ലീഷൻ റീജിയൻ എന്ന് പറയുന്നത്. ആ ഡിപ്ലീഷൻ റീജിയന് എന്ത് സംഭവിക്കുന്നു? ഡിപ്ലീഷൻ റീജിയന്റെ വിഡ്ത് കൂടി വരും, അല്ലെ? അതായത് പിയിൽ നമുക്ക് ഏതാ മെജോറിറ്റി കാരിയേഴ്സ് ഉള്ളത്? ഹോൾസ് ആണ്. എന്നിൽ ഏതാണ്? ഇലക്ട്രോൺസ് ആണ്. അപ്പൊ ഹോൾസ് ഇങ്ങോട്ടും ഇലക്ട്രോൺസ് ഈ ഭാഗത്തേക്കും വരും, ഇതിന്റെ പ്ലസ് ടെർമിനലിലേക്കും വരും. അതായത് ജംഗ്ഷനിൽ നിന്ന് അകന്നു പോകുമ്പോൾ ജംഗ്ഷന്റെ വിഡ്ത് എന്ത് സംഭവിക്കും? കൂടുതലായിരിക്കും. ഇനി ഫോർവേഡ് ബയസ് ആണെങ്കിൽ എന്താ സംഭവിക്കുക? നേരെ തിരിച്ചായിരിക്കും. ജംഗ്ഷൻ അക്രോസ് കാരിയേഴ്സ് പോയി അവിടെ കണ്ടക്ഷൻ ഉണ്ടാവും, കറണ്ട് ഫ്ലോ ഉണ്ടാവും. റിവേഴ്സ് ബയസിന്റെ കേസ് നേരെ തിരിച്ചാണ്. ഇവിടെ നമുക്ക് ഈ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ റിവേഴ്സ് ബയസിന്റെ ഒരു ഫിഗർ കൊടുക്കാൻ കാരണം. അപ്പൊ ഇവിടെ നമുക്ക് എന്തുണ്ട്? ഇവിടെ ഈ ഡിപ്ലീഷൻ റീജിയൻ ഉണ്ട്, അല്ലെ? ഇനി ഈ ഡിപ്ലീഷൻ റീജിയനെ കുറിച്ച് ഞാൻ പറയാൻ കാരണം, നമ്മുടെ ഓപ്ഷൻസിൽ ക്വസ്റ്റ്യനിൽ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല, ഇനി PN ജംഗ്ഷൻ ഡയോഡ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ നമ്മൾ ആ ഓപ്ഷനിലേക്ക് പോകണം. ഓപ്ഷനിൽ ഡിപ്ലീഷൻ കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഡിപ്ലീഷൻ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ ഒരു ഏരിയ എടുക്കുക. ഇത് ആക്ച്വലി ഒരു
capacitor, ഒരു parallel plate capacitor ആയിട്ട് ആക്ട് ചെയ്യും. When the junction is reverse biased, the junction behaves as a parallel plate capacitor. അതില് ഇത് നോക്കൂ, ഈ parallel plate എന്ന് പറയുന്നത് P യും N ഉം അതിന്റെ ഇടയ്ക്ക് ഒരു ഡൈലക്ട്രിക് റീജിയൻ പോലെ ആക്ട് ചെയ്യും. അവിടുത്തെ ആ ഒരു കപ്പാസിറ്റൻസിനെയാണ് നമ്മൾ ആക്ച്വലി ഡിപ്ലീഷൻ കപ്പാസിറ്റൻസ് പറയുന്നത് ഇൻ റിവേഴ്സ് ബയസ്ഡ് കണ്ടീഷൻ. ഓക്കെ, വിത്തിൻ കോട്സ് അത് ശ്രദ്ധിക്കണം, കാരണം ഇനി ഒരു കപ്പാസിറ്റൻസ് കൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട്, രണ്ടും കൂടെ കൺഫ്യൂഷൻ ആവരുത്. ഇനി ഡിപ്ലീഷൻ കപ്പാസിറ്റൻസിന് വേറൊരു പേരുണ്ട്, സ്പേസ് ചാർജ് കപ്പാസിറ്റൻസ് എന്ന് പറയും, ട്രാൻസിഷൻ കപ്പാസിറ്റൻസ് എന്ന് പറയും, ബാരിയർ കപ്പാസിറ്റൻസ് എന്ന് പറയും. ഇതെല്ലാം ഈ ഡിപ്ലീഷൻ കപ്പാസിറ്റൻസിന്റെ വേറെ പേരുകളാണ്. അപ്പൊ അതും ഓർത്തു വെക്കണം, ഈ പേരുകൾ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഏതൊക്കെയാണ്? സ്പേസ് ചാർജ് കപ്പാസിറ്റൻസ്, ട്രാൻസിഷൻ കപ്പാസിറ്റൻസ്, ബാരിയർ കപ്പാസിറ്റൻസ്, ഇതെല്ലാം ഡിപ്ലീഷൻ കപ്പാസിറ്റൻസിന്റെ പേരുകളാണ്. ഓക്കെ, പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്? ദിസ് കപ്പാസിറ്റൻസ് occurs when the junction is reverse biased. ഓക്കെ, ഇനി ഇതിന്റെ ഒരു എക്സ്പ്രഷൻ നമുക്ക് നോക്കാം. ഈ കപ്പാസിറ്റൻസ് നമ്മൾ പറഞ്ഞു ഇതൊരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ആയിട്ട് ആക്ട് ചെയ്തു എന്ന് പറഞ്ഞില്ലേ. ഈ കപ്പാസിറ്റൻസ് ഈസ് ഈക്വൽ ടു എപ്സിലോൺ എ ബൈ ഡബ്ല്യു. ഓക്കെ, ഇതിൽ ഈ എപ്സിലോൺ എന്ന് പറയുന്നത് ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് ആണ്, എ എന്ന് പറയുന്നത് ജംഗ്ഷന്റെ ക്രോസ് സെക്ഷണൽ ഏരിയയും, ഡബ്ല്യു എന്ന് പറയുന്നത് ഈ സ്പേസ് ചാർജ് അതായത് ഡിപ്ലീഷൻ റീജിയന്റെ തിക്നെസ്സിനെയാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. റിവേഴ്സ് ബയസ്ഡ് കണ്ടീഷൻ എന്താണ്, ഡിപ്ലീഷൻ കപ്പാസിറ്റൻസ്, അതിന്റെ ഒരു എക്സ്പ്രഷൻ നമ്മുടെ കയ്യിൽ കിട്ടി. ഇനി നമുക്ക് നോക്കൂ എന്തൊക്കെയാണ് ഓപ്ഷനിൽ പറഞ്ഞിട്ടുള്ളത്. ഡിപ്ലീഷൻ കപ്പാസിറ്റൻസും റിവേഴ്സ് ബയസ് അല്ലെങ്കിൽ ഫോർവേഡ് ബയസ്ഡ് കണ്ടീഷനുമായിട്ടുള്ള റിലേഷൻ ആണ്. അപ്പൊ നമുക്ക് തൽക്കാലം നമ്മൾ ഫോർവേഡ് ബയസ്ഡ് കണ്ടീഷൻ അവിടെ വെക്കാം. റിവേഴ്സ് ബയസ്ഡ് കണ്ടീഷനിൽ ഡിപ്ലീഷൻ കപ്പാസിറ്റൻസ് റിവേഴ്സ് ബയസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിപ്ലീഷൻ കപ്പാസിറ്റർ ഇൻക്രീസ് ചെയ്യോ ഡിക്രീസ് ചെയ്യോ, അതാണ് ഇനി നമുക്ക് അറിയേണ്ടത് അല്ലെ. അപ്പൊ അതിന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണ്? റിവേഴ്സ് ബയസ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഡിപ്ലീഷൻ റീജിയന്റെ വിഡ്ത്തിന് എന്ത് സംഭവിക്കുന്നു? കാരണം ഇവിടെ നോക്കൂ, കപ്പാസിറ്റൻസും അതായത് ഡിപ്ലീഷൻ കപ്പാസിറ്റൻസും ഈ ഡിപ്ലീഷൻ റീജിയന്റെ വിഡ്ത്തും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട് അല്ലെ. അപ്പൊ റിവേഴ്സ് ബയസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ വിഡ്ത്തിന് എന്ത് സംഭവിക്കുന്നു അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ റിലേഷൻ കിട്ടില്ലേ. ഓക്കെ, സോ റിവേഴ്സ് ബയസ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് വിഡ്ത്ത് എന്താ സംഭവിക്കുക? വിഡ്ത്ത് ഇൻക്രീസ് ചെയ്യും. വിഡ്ത്ത് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മളുടെ കപ്പാസിറ്റൻസ് എന്ത് സംഭവിക്കും? കപ്പാസിറ്റൻസ് ഡിക്രീസ് ചെയ്യും അല്ലെ. ഈ ഒരു റിലേഷനിൽ നിന്ന് അത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ റിവേഴ്സ് ബയസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ വിഡ്ത്ത് കൂടും, വിഡ്ത്ത് കൂടുമ്പോൾ ഡിപ്ലീഷൻ കപ്പാസിറ്റൻസ് ഡിക്രീസ് ചെയ്യും. ഈസ് ഇറ്റ് ഓക്കെ? സോ നമുക്ക് എന്താണ് ആൻസർ വരിക? The depletion capacitance decreases with increase in reverse bias. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു കാണുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, പക്ഷെ നമുക്ക് അതിൽ ഏതൊക്കെ കോൺസെപ്റ്റുകളെ റിലേറ്റ് ചെയ്തിട്ടാണ് ആൻസർ വരുന്നത് നോക്കും. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, നമ്മൾ പി എൻ ജംഗ്ഷൻ ഡയോഡ് പഠിക്കും, ഫോർവേഡ് ബയസ് പഠിക്കും, റിവേഴ്സ് ബയസ് പഠിക്കും, അങ്ങനെ കുറെ കാര്യങ്ങൾ പഠിക്കും. പക്ഷെ നമുക്കൊരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങളെ കൃത്യമായി നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ സാധിക്കണം. ഇപ്പൊ ഇതില് എന്തൊക്കെ കാര്യങ്ങൾ റിലേറ്റ് ചെയ്തു എന്ന് ആലോചിക്കണം. റിവേഴ്സ് ബയസ്, അതേപോലെ കപ്പാസിറ്റൻസിന്റെ ഡിപ്ലീഷൻ കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ, അതിനെല്ലാം റിലേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ. Okay, second question, the diffusion potential across a PN junction. Options: decreases with increasing doping concentration, increases with decreasing band gap, does not depend on doping concentration, increases with increasing doping concentration. Again, ഒരു എന്താ പറയാ, കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. നമ്മൾ കറക്റ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അത്ര വലിയ കൺഫ്യൂഷൻ ഒന്നുമില്ല. ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പലതരത്തിൽ ചോദിക്കാം. അപ്പൊ നമ്മൾ എക്സാമിന് പോകുമ്പോൾ ഇതേ ക്വസ്റ്റ്യൻ വേറെ രീതിയിലായിരിക്കും ചോദിക്കുന്നത്, ഒരേ കോൺസെപ്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ കോൺസെപ്റ്റ് ത്രൂ ക്വസ്റ്റ്യൻസിൽ പഠിച്ചു പോകുമ്പോൾ കോൺസെപ്റ്റ് അറിഞ്ഞാൽ നാളെ വേറൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, ഇവിടെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ അറിയണം, അങ്ങനെയാണ് നമ്മൾ ഒരു ക്വസ്റ്റ്യനെ അപ്രോച്ച് ചെയ്യേണ്ടത്. ഡിഫ്യൂഷൻ പൊട്ടൻഷ്യൽ എന്താണെന്ന് അറിയണം, ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ എന്താണെന്ന് അറിയണം അല്ലെ. ആ ഡോപ്പിംഗ് കോൺസെൻട്രേഷനും ഈ ഡിഫ്യൂഷൻ പൊട്ടൻഷ്യലും തമ്മിലുള്ള ഒരു റിലേഷൻ വെച്ചിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതായത് ഇൻക്രീസിംഗ് ആണോ ഡിക്രീസിംഗ് ആണോ എന്ന് അറിയണമെങ്കിൽ അത് തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് അറിയണ്ടേ. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത് ഡിഫ്യൂഷൻ പൊട്ടൻഷ്യലും ഡോപ്പിംഗ് കോൺസെൻട്രേഷനും തമ്മിലുള്ള റിലേഷൻ അറിയണം.
അപ്പൊ ഈ ഡിഫ്യൂഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് നമ്മൾ ബാരിയർ പൊട്ടൻഷ്യൽ ആണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഒരു PN ജംഗ്ഷന്റെ ബിൽറ്റ് ഇൻ പൊട്ടൻഷ്യൽ ആണ് ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്. VBI is equal to KT by QLN capital NA capital ND divided by NI square. ഈ ഇക്വേഷൻ നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ ഇപ്പൊ പഠിച്ചു വെക്കുക. ഇനി ഇതിൽ ഓരോ സാധനങ്ങൾ എന്താ, നമ്മൾ എപ്പോഴും ഒരു ഇക്വേഷൻ പഠിക്കുമ്പോൾ വെറുതെ അത് ജസ്റ്റ് ബൈ ഹാർട്ട് ചെയ്യരുത്. അതിലുള്ള ഓരോ പാരാമീറ്റേഴ്സ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അറിയണം. K എന്ന് പറയുന്നത് ബോൾട്ട്സ്മാൻ കോൺസ്റ്റന്റ് ആണ്. ക്യാപിറ്റൽ T അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ആണ്. Q എന്ന് പറയുന്നത് ചാർജ് ആണ്. ക്യാപിറ്റൽ NA എന്ന് പറയുന്നത് ഡോണർ കോൺസെൻട്രേഷൻ. അതേപോലെ തന്നെ ക്യാപിറ്റൽ NA എന്ന് പറയുന്ന ആക്സെപ്റ്റർ കോൺസെൻട്രേഷൻ, ക്യാപിറ്റൽ ND എന്ന് പറയുന്നത് ഡോണർ കോൺസെൻട്രേഷൻ. ഓക്കെ, ഇനി ഈ ഒരു പാരാമീറ്റർ ഉണ്ടല്ലോ, അതായത് KT by Q എന്ന് പറയുന്നത് നമ്മൾ ആക്ച്വലി തെർമൽ വോൾട്ടേജ് എന്നും കൂടി പറയാം. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു റിലേഷനും നമ്മുടെ കയ്യിലുണ്ട്. സ്മോൾ ni എന്ന് പറയുന്നത് ഇൻട്രിൻസിക് കാരിയർ കോൺസെൻട്രേഷനും ആണ്. ഓക്കെ, അപ്പോ ഇതാണ് നമ്മളുടെ ഡിഫ്യൂഷൻ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ബിൽറ്റ് ഇൻ പൊട്ടൻഷ്യൽ. VBI എന്ന് പറഞ്ഞത് ബിൽറ്റ് ഇൻ പൊട്ടൻഷ്യൽ എന്നുള്ളതിന് നമ്മൾ ഷോർട്ടിലാണ് VBI എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ റിലേഷൻ നമുക്ക് കിട്ടിയല്ലോ. അപ്പൊ ഇവിടെ നമുക്ക് ഈ ഡോപ്പിംഗ് കോൺസെൻട്രേഷൻസുമായിട്ട്, നമ്മൾ ഈ ഡോണർ കോൺസെൻട്രേഷൻ ആക്സെപ്റ്റർ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ ആ ഡോപ്പിംഗ് കോൺസെൻട്രേഷനുമായിട്ടുള്ള റിലേഷൻ ആണ് നമ്മൾ ഇതിൽ പറഞ്ഞത്. അപ്പൊ ഇവിടെ നമുക്കിപ്പം ടെമ്പറേച്ചർ റിമൈനിങ് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഇൻട്രിൻസിക് കോൺസെൻട്രേഷൻ റിമൈനിങ് കോൺസ്റ്റന്റ് നമുക്ക് എന്ത് പറയാം? ഈ ഡിഫ്യൂഷൻ പൊട്ടൻഷ്യൽ ഈസ് പ്രൊപ്പോർഷണൽ ടു LN ഈ പ്രോഡക്റ്റ് ഓഫ് ഡോണർ കോൺസെൻട്രേഷൻ ഇൻ ആക്സെപ്റ്റർ കോൺസെൻട്രേഷൻ എന്ന് പറയാലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്താൽ ഡിഫ്യൂഷൻ പൊട്ടൻഷ്യൽ എന്ത് ചെയ്യും? ഇൻക്രീസസ്. സിമ്പിൾ. അപ്പൊ ഈ ഒരു ഇക്വേഷൻ നമ്മൾ അറിയുന്നു, ഓപ്ഷനിലേക്ക് നോക്കുന്നു, ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിഫ്യൂഷൻ പൊട്ടൻഷ്യൽ ഇൻക്രീസ് ചെയ്യും. സിമ്പിൾ. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി. ഓക്കെ, സോ ഇനി വേറൊരു രീതിയിൽ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്ക് ആൻസർ ചെയ്യാം. ചിലപ്പോൾ അടുത്തതിൽ ഡിക്രീസസ് വിത്ത് എന്ന് പറഞ്ഞിട്ടായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് തമ്മിലുള്ള റിലേഷൻ ആയിരിക്കും ചോദിക്കുക, ചിലപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ ആയിരിക്കും ചോദിക്കുക. ഇനി ഒരു കാര്യം കൂടി ഉണ്ട്, ഡിഫ്യൂഷൻ പൊട്ടൻഷ്യലിന്റെ വേറെ പേരുകളാണ് ബാരിയർ പൊട്ടൻഷ്യൽ, ബിൽറ്റ് ഇൻ പൊട്ടൻഷ്യൽ, കോണ്ടാക്ട് പൊട്ടൻഷ്യൽ. അപ്പൊ ചിലപ്പോൾ അടുത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കാണുന്നത് ഡിഫ്യൂഷൻ പൊട്ടൻഷ്യൽ എന്നുള്ളതിന് പകരം ബാരിയർ പൊട്ടൻഷ്യൽ എന്ന് ചോദിച്ചാലും ബിൽറ്റ് ഇൻ പൊട്ടൻഷ്യൽ എന്നൊക്കെ ചോദിച്ചാലും ഇതിന്റെ ഉത്തരം ഇങ്ങനെയാണ് വരിക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Next question, in a PN junction, the potential barrier is due to the charges on either side of the junction and these charges are. അപ്പൊ ഈ പൊട്ടൻഷ്യൽ ബാരിയറിൽ ആ ചാർജസ് എന്തിന്റെ ചാർജ് ആണെന്നാ ചോദിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഈ PN ജംഗ്ഷൻ ഫോം ചെയ്യുമ്പോൾ നമ്മൾ അൺബയസ്ഡ് ആയിട്ടുള്ള കണ്ടീഷനിൽ നമുക്ക് ഈ പൊട്ടൻഷ്യൽ ബാരിയർ ഇവിടെ നമ്മൾ മൈനസ് ആൻഡ് പ്ലസ് നമ്മൾ എഴുതും. അത് മെജോറിറ്റി കാരിയേഴ്സിന്റെയോ മൈനോറിറ്റി കാരിയേഴ്സിന്റെയോ ആണോ? അല്ല. എന്താണ്? ഫിക്സഡ് ഡോണർ ആൻഡ് ആക്സെപ്റ്റർ അയോൺസ് ആണ് ഇത് ഉദ്ദേശിക്കുന്നത്, ഈ മൈനസ് ആൻഡ് പ്ലസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് കൊടുക്കാൻ പറ്റുക? അത് കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ആണ് ഇതിൽ നമുക്ക് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ദാറ്റ് ഈസ് ഫിക്സഡ് ഡോണർ ആൻഡ് ആക്സെപ്റ്റർ അയോൺസ്. Okay, next question. In a forward biased PN junction, the sequence of events that best describes the mechanism of current flow is. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പലപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് കാണുന്ന ഒരു ക്വസ്റ്റ്യനും കൂടെയാണ്. ഓക്കെ, അതായത് നമ്മളൊരു ഫോർവേഡ് ബയസ്ഡ് PN ജംഗ്ഷനിൽ ഉള്ള ആ സീക്വൻസ് ഓഫ് ഇവന്റ് എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പൊ ബ്യൂട്ടിഫുള്ളി നമുക്കൊരു ഫോർവേഡ് ബയസ്ഡ് ജംഗ്ഷന്റെ വർക്കിംഗ് നന്നായിട്ട് അറിയുന്ന ഒരാൾക്ക് ഇത് എഴുതാനായിട്ട് പറ്റും. അപ്പൊ നമ്മളുടെ ക്രാഷ് കോഴ്സിലൊക്കെ തന്നെ, നമ്മളെ ഫുൾ കോഴ്സിലാണെങ്കിലും ക്രാഷ് കോഴ്സിലാണെങ്കിലും ഒക്കെ ഈ ഒരു PN ജംഗ്ഷൻ ഡയോഡിന്റെ വർക്കിംഗ് ഈ ഇതുപോലുള്ള ഫിഗേഴ്സ് വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് പഠിക്കുന്ന ഒരാൾക്ക് ഇത് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ ഇല്ലെങ്കിൽ നമുക്ക് എന്തായാലും ഒന്ന് പറയാം, അതായത് ഒരു ഫോർവേഡ് ബയസ്ഡ് കണ്ടീഷനിൽ എന്താണ് സംഭവിക്കുന്നത്, അതായത് P റീജിയൻ പോസിറ്റീവിലേക്കും N നെഗറ്റീവിലേക്കും കണക്ട് ചെയ്യുമ്പോൾ ഈ P റീജിയനിലെ മെജോറിറ്റി കാരിയേഴ്സ് ആയിട്ടുള്ള ഹോൾസ് അല്ലെ, മെജോറിറ്റി കാരിയേഴ്സ് ആയിട്ടുള്ള ഹോൾസ് എന്താ സംഭവിക്കുക? ഈ പോസിറ്റീവ് ടെർമിനലിൽ നിന്നും റിപ്പൽ ചെയ്ത് ജംഗ്ഷൻ ക്രോസ് ചെയ്യും. അതേപോലെ തന്നെ N റീജിയനിലെ മെജോറിറ്റി കാരിയേഴ്സ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഈ നെഗറ്റീവ് ടെർമിനലിൽ നിന്നും അവിടെ നിന്ന് റിപ്പൽ ചെയ്ത് എങ്ങോട്ട് വരും? ഈ ജംഗ്ഷൻ ക്രോസ് ചെയ്യും അല്ലെ. അങ്ങനെയാണ് അവിടെ എന്ത് സംഭവിക്കുന്നത്? ജംഗ്ഷൻ അക്രോസ് കാരിയേഴ്സ് ക്രോസ് ചെയ്തിട്ടാണ് നമുക്ക് അവിടെ കണ്ടക്ഷൻ ഉണ്ടാവുന്നത്. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്.
അപ്പോ ഇവിടെ നമുക്ക് എന്താണ് ചോദിച്ചിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ, അവിടെയുള്ള ആ കറണ്ട് ഫ്ലോ മെക്കാനിസമിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, അതിന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇഞ്ചക്ഷൻ ഓഫ് കാരിയേഴ്സ്. ഇവിടെ നിന്ന് വീണ്ടും ഈ നമ്മൾ കൊടുക്കുന്ന സോഴ്സിൽ നിന്നും ആക്ച്വലി എന്താണ് നമുക്ക് അവിടെ ഒരു എനർജിയാണ് അല്ലെ കൊടുക്കുന്നത്. നമ്മൾ ഈ വോൾട്ടേജ് എന്ന് പറയുന്നത് എന്താണ്, ഈ പി എൻ ജംഗ്ഷനിൽ നമ്മളിപ്പോ ഒരു ബയസും കൊടുക്കാതിരിക്കുന്ന ഒരു കണ്ടീഷനിൽ ഒരു ഡിപ്ലീഷൻ റീജിയനും നടുവിൽ വെച്ചുകൊണ്ട് ഒരു ഡയോഡ് ഇരിക്കുകയാണ്. അപ്പോ ആ ഒരു ഇടയ്ക്കുള്ള ഒരു പോർഷൻ, അതായത് ആ ഡിപ്ലീഷൻ റീജിയൻ ക്രോസ് ചെയ്യാനുള്ള എനർജി എന്തിനില്ല, അവിടുത്തെ കാരിയേഴ്സിന് ഇല്ല. ഓക്കെ, അപ്പൊ ആ സമയത്താണ് നമുക്ക് എന്ത് കിട്ടുന്നത്, നമ്മൾ ഈ വോൾട്ടേജ് നമ്മൾ കൊടുക്കുന്നത്, സപ്ലൈ നമ്മൾ കൊടുക്കുന്നത്, ഫോർവേഡ് ബയസ് കൊടുക്കുന്നത്. അപ്പൊ ഫോർവേഡ് ബയസ് കൊടുക്കുമ്പോഴാണ് ഇവിടെ നിന്ന് ഈ ഒരു ജംഗ്ഷൻ ക്രോസ് ചെയ്യാനുള്ള വോൾട്ടേജിനേക്കാൾ കൂടുതൽ ഒരു വോൾട്ടേജ്, അല്ലെങ്കിൽ ഈ പൊട്ടൻഷ്യൽ ബാരിയറിനേക്കാൾ കൂടുതൽ ഒരു വോൾട്ടേജ് വരുമ്പോഴാണല്ലേ ഇത് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങുന്നത്. നമ്മൾ വി ഐ ക്യാര, പി എൻ ജംഗ്ഷന്റെ വി ഐ ക്യാര വരയ്ക്കുമ്പോൾ നമുക്ക് അറിയാം ആ ഒരു പൊട്ടൻഷ്യൽ കഴിയുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്, ഈ കറണ്ട് ഇൻക്രീസ് ചെയ്ത് നമ്മൾ കാണുന്നത് അല്ലെ. അപ്പോ ആ ഒരു എനർജിയാണ് ആക്ച്വലി നമ്മൾ ഈ സപ്ലൈ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, വോൾട്ടേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഇൻജെക്ഷൻ ആണ് ഫസ്റ്റ് നടക്കുന്നത്. ഓക്കെ, ദെൻ ഡിഫ്യൂഷൻ. ഓക്കെ, ഡിഫ്യൂഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഫ്രം ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ, കാരിയേഴ്സ് ഫ്ലോ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ഇനി ഡിഫ്യൂഷൻ കൂടാതെ അവിടെ എന്തുകൂടി നടക്കുന്നുണ്ട്, റീകോമ്പിനേഷനും കൂടി നടക്കുന്നുണ്ട് അല്ലെ, ചാർജിന്റെ റീകോമ്പിനേഷനും നടക്കുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് ഇവിടെ നമുക്ക് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് മെക്കാനിസം ഓഫ് കറന്റ് ഫ്ലോ ഈസ് ഇൻജെക്ഷൻ, diffusion and recombination of minority carriersന്റെ recombination കൂടെ ചേർന്നിട്ടാണ് ഇവിടെ current flow വരുന്നത്. So the injection, subsequent diffusion and the recombination of minority carriers. അപ്പോൾ PN junction diode വർക്കിംഗ് നമ്മൾ നല്ല നീറ്റ് ആയിട്ട് ഓരോ ഇവന്റ്സും എങ്ങനെയാണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി പഠിക്കണം. നമ്മുടെ കോഴ്സിൽ അത് വെൽ എക്സ്പ്ലെയിൻ നമ്മൾ ചെയ്യുന്നുണ്ട്. നല്ല രീതിയിലുള്ള ഒരു എക്സ്പ്ലനേഷൻ നമ്മൾ അവിടെ നമുക്ക് ഇതിന് ഈ ഒരു ഫോർവേഡ് ബയസും റിവേഴ്സ് ബയസും എല്ലാം നമ്മൾ തരുന്നുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഏതൊക്കെയാണ്? ഇൻജെക്ഷൻ, ഡിഫ്യൂഷൻ ആൻഡ് റീകോമ്പിനേഷൻ. So the correct answer is option A. Okay. Next, question number 5. Okay. Question number 5, the diffusion capacitance of a PN junction. അപ്പൊ ഞാൻ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ കപ്പാസിറ്റൻസിന്റെ പേരെന്തായിരുന്നു? ഡിപ്ലീഷൻ കപ്പാസിറ്റൻസ് എന്നായിരുന്നു അല്ലെ. അപ്പൊ ഒരു കപ്പാസിറ്റൻസ് കൂടെ നമുക്ക് പഠിക്കാനുണ്ടെന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഡിഫ്യൂഷൻ കപ്പാസിറ്റൻസ്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയേ ഉള്ളൂ. ഡിപ്ലീഷൻ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് റിവേഴ്സ് ബയസ്ഡ് കണ്ടീഷനിലുള്ള കപ്പാസിറ്റൻസും ഡിഫ്യൂഷൻ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് ഫോർവേഡ് ബയസ്ഡ് കണ്ടീഷനിലുള്ള PN ജംഗ്ഷന്റെ കപ്പാസിറ്റൻസും ആണ്. ഓക്കെ, ബേസിക് ഡിഫറൻസ്. ഇനി ഇവിടെ എന്താണ്? ഇവിടെ നമുക്ക് ഡിക്രീസിംഗ് ഓർ ഇൻക്രീസിംഗ് എന്നൊക്കെ ഓപ്ഷനിൽ കാണുന്നുണ്ട്. ഡിക്രീസിംഗ് വിത്ത് ഇൻക്രീസിംഗ് കറണ്ട് ആൻഡ് ടെമ്പറേച്ചർ. ഓക്കെ, കറണ്ടും ടെമ്പറേച്ചറും തമ്മിലുള്ള കപ്പാസിറ്റൻസിന്റെ ഒരു റിലേഷൻ ആണ് നമുക്കിവിടെ അറിയേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഇക്വേഷൻ ഉണ്ടോ എന്ന് അറിയണം. നമുക്ക് നോക്കാം. ഇക്വേഷൻ ഇതാണ്. ഡിഫ്യൂഷൻ കപ്പാസിറ്റൻസ് ഞാൻ പറഞ്ഞു ഫോർവേഡ് ബയസ്ഡ് കണ്ടീഷനിലുള്ള കപ്പാസിറ്റൻസ് ആണ്. അപ്പൊ ഇതിന്റെ റിലേഷൻ എന്ന് പറയുന്നത് ടോ I divided by eta into VT. ഓക്കെ, അപ്പൊ ഇവിടെ റിലേഷൻ വരുന്നത് ഇങ്ങനെയാണ്. ഇതിന്റെ ഈ മീൻ ലൈഫ് ടൈം ഓഫ് കാരിയേഴ്സ് ആണ്. ഇതൊക്കെ നമ്മൾ ഈ സോളിഡ് സ്റ്റേറ്റ് ഡിവൈസസിലൊക്കെയാണ് ആക്ച്വലി ഇത് ഇൻ ഡെപ്തിൽ നമ്മൾ പഠിച്ചു പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഡീപ്പായിട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും നമ്മളുടെ പഠിച്ചു തീരില്ല. ഈ ഓരോ PN ജംഗ്ഷൻ പഠിക്കുമ്പോൾ തന്നെ അതിന്റെ ഉള്ളിലേക്ക് പോകുമ്പോഴത്തേക്കും ആ സെമി കണ്ടക്ടർ ഫിസിക്സിൽ നമ്മൾ പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ട. അപ്പൊ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കാം. I എന്ന് പറയുന്നത് ഫോർവേഡ് കറണ്ട് ആണ്. പിന്നെ അതേപോലെ തന്നെ VT എന്ന് പറയുന്നത് വോൾട്ട് ഇക്വാലന്റ് ഓഫ് ടെമ്പറേച്ചർ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോ ഇവിടെ നമ്മൾ റിലേഷൻഷിപ്പ് ഇത്രയേ ഉള്ളൂ. നമുക്ക് ഡിഫ്യൂഷൻ കപ്പാസിറ്റൻസും അതേപോലെ കറണ്ടും ടെമ്പറേച്ചറും ആയിട്ടുള്ള റിലേഷൻ ആണ് നമുക്ക് അറിയേണ്ടത് അല്ലെ. കറണ്ടും ടെമ്പറേച്ചറും ആയിട്ടുള്ള റിലേഷൻ ആണ് നമുക്ക് അറിയേണ്ടത്. അപ്പൊ ഇവിടെ നമുക്ക് എങ്ങനെയാണ് ഇത് പറയാൻ പറ്റുക നോക്കാം. ഓക്കെ, ഇത് കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ട് നമുക്ക് തന്നിരിക്കുന്നത്. ഈ ഡിഫ്യൂഷൻ കപ്പാസിറ്റൻസ് decreases with increasing current and increasing temperature എന്ന് പറഞ്ഞിട്ടുണ്ട്. decreases with decreasing current and increasing temperature എന്ന് പറഞ്ഞിട്ടുണ്ട്. increases with increasing current and increasing temperature എന്ന് പറഞ്ഞിട്ട് does not depend. എന്തായാലും does not depend അല്ല. അപ്പോ എപ്പോഴാണ് ഈ
കപ്പാസിറ്റൻസ്, നമുക്ക് ആദ്യത്തെ രണ്ട് ഓപ്ഷൻസ് നോക്കാം. എപ്പോഴാണ് കപ്പാസിറ്റൻസ് കുറയുന്നത്, ഡിക്രീസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ സംഭവിക്കണം? കറണ്ടും കുറയണം, ഓക്കെ, കറണ്ടും കുറയണം, ടെമ്പറേച്ചറും കുറയണം, ടെമ്പറേച്ചർ കൂടണം. കറണ്ട് കുറയുകയും ടെമ്പറേച്ചർ കൂടുകയും ചെയ്യുമ്പോഴാണ് സി ഡി ഡിക്രീസ് ചെയ്യുക. കറക്റ്റ് അല്ലേ? ജസ്റ്റ് നമ്മൾ റിലേഷൻ അറിഞ്ഞാൽ പോരാ, അത് കറക്റ്റ് ആയിട്ട് ആ ഓപ്ഷനിൽ നമ്മൾ അപ്ലൈ ചെയ്യണം. അതായത് നമുക്ക് അറിയേണ്ടത് ഡിഫ്യൂഷൻ കപ്പാസിറ്റൻസ് ഡിക്രീസസ് വിത്ത് ഡിക്രീസിങ് കറണ്ട് ആൻഡ് ഇൻക്രീസിങ് ടെമ്പറേച്ചർ. രണ്ടും നമ്മൾ റിലേറ്റ് ചെയ്യണം, ഒരു ടേം അല്ല. നമുക്കിവിടെ അത് ഒന്ന് ന്യൂമറേറ്ററിലും ഒന്ന് ഡിനോമിനേറ്ററിലും ആണ് കിടക്കുന്നത്. അപ്പൊ കറക്റ്റ് ആയിട്ട് ആലോചിക്കുക. ഡിഫ്യൂഷൻ കപ്പാസിറ്റൻസ് ഡിക്രീസസ് വിത്ത് ഡിക്രീസിങ് കറണ്ട് ആൻഡ് ഇൻക്രീസിങ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂടുമ്പോൾ ഡിഫ്യൂഷൻ കപ്പാസിറ്റൻസ് കുറയും, അതുപോലെ തന്നെ കറണ്ട് കുറയുമ്പോൾ, കറണ്ട് ഡിക്രീസ് ചെയ്യുമ്പോൾ ഡിഫ്യൂഷൻ കപ്പാസിറ്റൻസ് ഡിക്രീസ് ചെയ്യും. മൊത്തത്തിൽ കൺഫ്യൂഷൻ ആക്കുന്നില്ല ഞാൻ പറഞ്ഞിട്ട്, നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പലപ്പോഴും നമുക്കൊരു ഈ റിലേഷൻഷിപ്പ് അറിഞ്ഞതുകൊണ്ട് മാത്രവും നമുക്ക് ചിലപ്പോൾ ആൻസർ കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. ആ ഒരു സമയത്ത് നമ്മൾ എത്രമാത്രം ഷാർപ്പായിട്ട് ചിന്തിക്കുന്നു എന്നുള്ളതും കൂടി ഇമ്പോർട്ടന്റ് ആണ്. നമുക്കിപ്പോ ഈ ഇക്വേഷൻ അറിയാം, പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കുക, അവർ രണ്ട് റിലേഷൻഷിപ്പ് ആണ് ഒരുമിച്ച് തന്നിരിക്കുന്നത്. അതൊന്ന് ന്യൂമറേറ്ററിൽ വരുന്നു, ഒന്ന് ഡിനോമിനേറ്ററിൽ വരുന്നതും. നമ്മൾ പെട്ടെന്ന് ആലോചിച്ച് എന്തെങ്കിലും എഴുതി ചിലപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരെണ്ണം മാത്രം, കറണ്ട് മാത്രം കണ്ട് വേഗം എഴുതും, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ വോൾട്ടേജ് മാത്രം, ഇതിന്റെ ടെമ്പറേച്ചറിന്റെ മാത്രം വെച്ചിട്ട് നമ്മൾ എഴുതും. അപ്പൊ അത് തെറ്റാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. അപ്പോ അത് കറക്റ്റ് ആയിട്ട് ആലോചിച്ച് എഴുതുക. ഓപ്ഷൻ ബി, ദാറ്റ് ഈസ് ഡിഫ്യൂഷൻ കപ്പാസിറ്റൻസ് ഡിക്രീസസ് വിത്ത് ഡിക്രീസിങ് കറന്റ് ആൻഡ് ഇൻക്രീസിങ് ടെമ്പറേച്ചർ. Option B is the correct answer. Next question, the switching speed of PN junction having a heavily doped, അതായത് ഈ P plus N junction എന്ന് പറയുന്നത് നമ്മൾ heavily doped P region എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്, depends primarily on. അപ്പൊ നമുക്ക് നോക്കാം the switching speed, the mobility of minority carriers ആണോ, the lifetime of minority carriers ആണോ, mobility of majority carriers in N region ആണോ, lifetime of majority carriers in N region ആണോ. അപ്പൊ നമ്മൾ സാധാരണ PN എന്ന് എഴുതുന്നതും ഈ P plus N എന്ന് പറഞ്ഞ് എഴുതുന്നതും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ പ്ലസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് heavily doped ആണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് സ്വിച്ചിങ് സ്പീഡ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കത് എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഫോർവേഡ് ബയസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞൂല്ലേ ആ ഒരു സീക്വൻസ്, ഫസ്റ്റ് ഇൻജെക്ഷൻ, അതിനുശേഷം ഡിഫ്യൂഷൻ ആൻഡ് റീകോമ്പിനേഷൻ വിത്ത് മൈനോറിറ്റി കാരിയേഴ്സ് എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ. അതായത് നമ്മൾ ഫോർവേഡ് ബയസ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? ഇലക്ട്രോൺസ് ആർ ഇൻജെക്റ്റഡ് ഫ്രം N region to P region and holes from injected from P region to N region അല്ലെ. ഈ കാരിയേഴ്സ് അടുത്ത റീജിയനിൽ എത്തുമ്പോൾ, അതായത് പിയിൽ നിന്നുള്ള മെജോറിറ്റി കാരിയേഴ്സ് എന്നിൽ എത്തുമ്പോൾ അത് എന്താവും? മൈനോറിറ്റി കാരിയർ ആവും. N റീജിയനിലുള്ള മെജോറിറ്റി കാരിയേഴ്സ് പിയിൽ എത്തുമ്പോൾ അത് എന്താവും? അത് അവിടെ മൈനോറിറ്റി കാരിയേഴ്സ് ആവും. അപ്പൊ അപ്പുറത്ത് ചെന്നിട്ട് അവിടുത്തെ മെജോറിറ്റി കാരിയേഴ്സുമായിട്ടാണ് എന്ത് സംഭവിക്കുന്നത്? ഇത് റീകോമ്പിനേഷൻ നടക്കുന്നത്. അപ്പോ അങ്ങനെ റീകോമ്പിനേഷൻ നടന്ന് ആ ഡിസ്റ്റൻസ് ഇതാവുന്നതനുസരിച്ച് അതിങ്ങനെ ഡീകേ ആയിട്ട് വരും. അപ്പൊ ഇതിന്റെ സ്വിച്ചിങ് സ്പീഡ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആക്ച്വലി ഡിപ്പെൻഡ്സ് ഓൺ ദ ലൈഫ് ടൈം ഓഫ് മെജോറിറ്റി കാരിയേഴ്സ് ഇൻ N region. ലൈറ്റ്ലി ഡോപ്ഡ് ആയിട്ടുള്ള N regionിലുള്ള മെജോറിറ്റി കാരിയർ ഡിപ്പെൻഡ്, ലൈഫ് ടൈം ഓഫ് മെജോറിറ്റി കാരിയേഴ്സിനെയാണ് ഇതിന്റെ സ്വിച്ചിങ് സ്പീഡ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. നമ്മൾ നോർമൽ PN ജംഗ്ഷന്റെ കാര്യമല്ല, P plus N ജംഗ്ഷൻ P ഹെവിലി ഡോപ്ഡ് ആവുന്ന സമയത്ത് അതിന്റെ സ്വിച്ചിങ് സ്പീഡ് എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനെയാണ്? The lifetime of majority carriers in the N region. Okay, so the correct answer is option D. Next question, it is also an interesting question, that is in a PN junction the valence band edge of the P material is greater than which of the following band? Energy diagram, അതായത് PN ജംഗ്ഷന്റെ എനർജി ഡയഗ്രത്തിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മൾ സെമി കണ്ടക്ടർ ഫിസിക്സിൽ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എനർജി ഡയഗ്രാം വെച്ചിട്ടാണ് അല്ലെ. കണ്ടക്ഷൻ ബാൻഡ് എവിടെ നിൽക്കുന്നു, വാലൻസ് ബാൻഡ് എവിടെ നിൽക്കുന്നു, അവിടെ നിന്നാണ് നമ്മൾ ആക്ച്വലി ഈ സെമി കണ്ടക്ടർ ഇൻസുലേറ്റർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഡിഫറൻസിലേക്ക് വരുന്നത്. അപ്പൊ കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡ്, ഫെർമി ലെവൽ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്കിപ്പം എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ പഠിക്കുമ്പോൾ ഈ ഒരു ഫിഗർ പഠിച്ചു വെക്കുക. കാരണം
കൂടുതൽ ഡീപ്പായിട്ട് നമ്മൾ ഇനി സെമി കണ്ടക്ടർ ഫിസിക്സ് ഒക്കെ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് സമയം എടുക്കും. ഈ ഒരു ഫിഗറിലേക്ക് നോക്കൂ. ഈ ഒരു ഫിഗറിൽ കറക്റ്റ് ആയിട്ട് അത് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇവിടെ P കാണിച്ചിട്ടുണ്ട്, N കാണിച്ചിട്ടുണ്ട്. ഈ ലെവൽസ് എങ്ങനെയാ നോക്കൂ. ഇത് EC എന്ന് പറയുന്നത് കണ്ടക്ഷൻ ബാൻഡ് ആണ്. ഓക്കെ, EC എന്ന് പറയുന്നത് ഇത് Pയുടെ കണ്ടക്ഷൻ ബാൻഡ് എവിടെ ലെവല്, ഇവിടെ N-ന്റെ ഫെർമി ലെവൽ. ഇനി അടുത്തത് വാലൻസ് ബാൻഡ് Pയുടെ N-ന്റെ. ഓക്കെ, അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഇൻ PN ജംഗ്ഷൻ ദ വാലൻസ് ബാൻഡ് എഡ്ജ് ഓഫ് ദ P മെറ്റീരിയൽ, വാലൻസ് ബാൻഡ് എഡ്ജ് ഓഫ് ദ P മെറ്റീരിയൽ, ഇത് valence band edge of the P material is greater than which of the band? ഇത് ഏതിനെ മാത്രമാണ് വലുതായി നിൽക്കുന്നത്? Yes, valence band of the N type. അല്ലേ, N-ന്റെ valence bandനേക്കാൾ ഹയർ ആയിട്ടാണ് ഏത് നിൽക്കുന്നത്? ഈ വാലൻസ് ബാൻഡ് എഡ്ജ് ഓഫ് ദ P മെറ്റീരിയൽ. അതിനേക്കാളും മാത്രമല്ലേ ഉള്ളൂ. കാരണം ഈ N ടൈപ്പിന്റെ കണ്ടക്ഷൻ ബാൻഡും P ടൈപ്പിന്റെ കണ്ടക്ഷൻ ബാൻഡിന്റെ ഒക്കെ എനർജി ഇതിനേക്കാൾ കൂടുതലാണ്. അപ്പൊ ഇതിനേക്കാളും താഴെയുള്ളത് ഏത് മാത്രമാണ്? അതായത് വാലൻസ് ബാൻഡ് ഓഫ് ദ N മെറ്റീരിയൽ. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഈ ഒരു ഫിഗർ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കിനിപ്പോ നാളെ ചിലപ്പോൾ തിരിച്ചായിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ ചിലപ്പോ കണ്ടക്ഷൻ ബാൻഡ് ഓഫ് ദ N ടൈപ്പ് ഏതിനേക്കാൾ കൂടുതലാണെന്ന് പറഞ്ഞ ഓപ്ഷൻ തന്നാൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ വെച്ച് നോക്കാം. നമുക്ക് ഓരോ ലെവലും എവിടെയാണെന്ന് അറിയാം അല്ലെ. Pയുടെ കണ്ടക്ഷൻ ബാൻഡും അതേപോലെ തന്നെ N-ന്റെ കണ്ടക്ഷൻ ബാൻഡ് ഇവിടെ, P ടൈപ്പിന്റെ വാലൻസ് ബാൻഡ് ഇവിടെ, കണ്ടക്ഷൻ ബാൻഡ് ഇവിടെ. Okay, so when the PN junction is formed, the energy level of P material go higher than. ആ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക. P മെറ്റീരിയലിന്റെ എനർജി ലെവൽസ് എപ്പോഴും N ടൈപ്പ് മെറ്റീരിയലിന്റെ എനർജി ലെവലിനേക്കാളും കൂടുതലാവും. അതിപ്പോ വാലൻസ് ബാൻഡ് ആയാലും കണ്ടക്ഷൻ ബാൻഡ് ആയാലും, കണ്ടക്ഷൻ ബാൻഡ് ആയാലും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ക്ലിയർ? അപ്പൊ നമ്മൾ PN ജംഗ്ഷന്റെ എനർജി ലെവൽ എനർജി ഡയഗ്രാം ആണ് പഠിച്ചത്. അപ്പൊ ഇതിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. Next question, which of the following statement is correct under forward bias PN diode? Okay, forward biased PN diode ആയിട്ട് relate ചെയ്തിട്ട് ഇതിൽ correct ഏതാണെന്നാണ്. Current enters inside as hole current and leaves P side as electron current. Current enters inside as electron current and leaves P side as hole current. Current enters P side as hole current and leaves inside as electron current. Current enters P side as hole current and leaves P side as electron current. മൊത്തത്തിൽ കൺഫ്യൂഷൻ ആണ്. നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാമെന്നുണ്ടെങ്കിൽ പോലും ഇങ്ങനെ ഒരു ചോദ്യം കാണുമ്പോൾ ഇതിൽ ഏത് ഉത്തരം എഴുതണം എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സമയം ആലോചിക്കണം. ഓക്കെ, കാരണം എന്താ വെച്ചാൽ നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷെ ഇവിടെ മൊത്തത്തിൽ ഇതൊരു കൺഫ്യൂസിംഗ് ആക്കി അങ്ങ് കൊടുത്തു, അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് അറിയണം ഒരു PN ജംഗ്ഷൻ, അതിലെ കറണ്ട് ഫ്ലോ. കറണ്ട് P സൈഡിൽ കറണ്ട് എൻറ്റർ ചെയ്യുന്നത് ഹോൾ കറണ്ട് ആയിട്ടാണ്. കാരണം നമ്മൾ ഫോർവേഡ് ബയസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമ്മളെ P റീജിയനിലെ മെജോറിറ്റി കാരിയേഴ്സ് ഏതാണ്? ഹോൾസ് ആണ് അല്ലെ. അപ്പൊ ഈ ഹോൾസ് എവിടുന്ന് എങ്ങോട്ടാ മൂവ് ചെയ്യുക? ഇവിടുന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യും, അതായത് ഹോൾ കറണ്ട് ആയിട്ട്. ആൻഡ് ലീവ്സ് ദ ഇൻസൈഡിൽ എത്തുന്ന സമയത്ത് ആ കറണ്ട് ഇൻസൈഡിൽ എത്തുന്ന സമയത്ത് നമുക്ക് എങ്ങനെയാണ്? ഇറ്റ് ലീവ്സ് ആസ് ഇലക്ട്രോൺ കറണ്ട് ആയിട്ടാണ് ലീവ് ചെയ്യുന്നത്. കറക്റ്റ് അല്ലേ? അപ്പൊ നമുക്കൊരു കൺഫ്യൂഷൻ തോന്നാം, അങ്ങനെയാണെങ്കിൽ ഇതും ശരിയല്ലേ? ഓപ്ഷൻ ബിയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? കറണ്ട് എൻറ്റേഴ്സ് ഇൻസൈഡ് ആസ് ഇലക്ട്രോൺ കറണ്ട് ആൻഡ് ലീവ്സ് P സൈഡ് ആസ് ഹോൾ കറണ്ട്. അതും ശരിയല്ലേ എന്ന് തോന്നാം. അങ്ങനെ തോന്നുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ പ്രശ്നം എന്താണെന്ന് അറിയോ? ഈ കറണ്ട് എന്ന് പറയുന്നത് ഹോൾ മൂവ് ചെയ്യുന്ന, അതായത് ഹോളിന്റെ ഡയറക്ഷനിലല്ലേ നമുക്ക് കറണ്ട് ഉണ്ടാവുക. ഇലക്ട്രോണിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നമുക്ക് എന്തുണ്ടാവുക? കറണ്ട് ഫ്ലോ ഉണ്ടാവുക. അല്ലാതെ ഇലക്ട്രോൺ മൂവ് ചെയ്യുന്ന ഡയറക്ഷനിലല്ല നമുക്ക് കറണ്ട് ഉണ്ടാവുക. അതാ നമുക്ക് അറിയാലോ. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല? കറണ്ട് എൻറ്റേഴ്സ് ഇൻസൈഡ് ആസ് ഇലക്ട്രോൺ കറണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ലീവ് P സൈഡ് ആസ് ഹോൾ കറണ്ട് എന്ന് നമുക്ക് എന്ത് പറയാൻ പറ്റില്ല? കറണ്ട് എൻറ്റേഴ്സ് P സൈഡ് ആസ് ഹോൾ കറണ്ട് ആൻഡ് ലീവ്സ് ഇൻസൈഡ് ആസ് ഇലക്ട്രോൺ കറണ്ട്. അപ്പൊ മനസ്സിലായോ? അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാമെങ്കിൽ പോലും ഇതുപോലൊരു ചോദ്യം നമ്മുടെ മുന്നിൽ വരുമ്പോൾ നമുക്ക് മൊത്തത്തിൽ കൺഫ്യൂഷൻ ആവും. അപ്പൊ നമ്മുടെ എല്ലാ ബ്രില്യൻസും എടുത്ത് ഉപയോഗിച്ചെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ട് ഇതിന് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് എന്താണ് പറയുന്നത്? ഫോർവേഡ് ബയസ്ഡ് PN ജംഗ്ഷനിൽ കറണ്ട് എൻറ്റേഴ്സ് P സൈഡ് ആസ് ഹോൾ കറണ്ട് ആൻഡ് ലീവ്സ് ഇൻസൈഡ് ആസ് ഇലക്ട്രോൺ കറണ്ട്. ഓക്കെ, കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ അൺബയസ്ഡ് PN ജംഗ്ഷൻ ഹോൾസ് ഡിഫ്യൂസ് ഫ്രം ദ P region to N region because.
unbiased p-n junction p region നിന്നുള്ള holes n regionിലേക്ക് diffuse ചെയ്യാനുള്ള കാരണം എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ unbiased p-n junction എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മളൊരു p-n junction നമ്മളെ ഒരു forward bias or reverse bias ഒന്നും കൊടുക്കാത്ത കണ്ടീഷനെയാണ് നമ്മൾ unbiased p-n junction എന്ന് പറയുന്നത്. ഇത് ഈ ഫിഗർ പോലെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഒരു unbiased ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം p regionിൽ നിന്നും n regionിലേക്ക് holes diffuse ചെയ്യും. അതിന്റെ റീസൺ എന്താണ്? നമുക്കറിയാം p regionിലെ മെജോറിറ്റി കാരിയേഴ്സ് ആണ് holes, n regionിലെ മെജോറിറ്റി കാരിയേഴ്സ് ഇലക്ട്രോൺസ് ആണ്. അപ്പൊ ഡിഫ്യൂഷൻ എന്ന വാക്ക് തന്നെ എന്താണ്? ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് ചാർജ് കാരിയേഴ്സ് മൂവ് ഫ്രം ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷനിലുള്ള ആ ഒരു മൂവ്മെന്റിനെയാണ് നമ്മൾ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഹോൾസ് p regionിലാണ് ഹോൾസ് കൂടുതൽ ഹയർ കോൺസെൻട്രേഷൻ, n regionിൽ കുറവാണ്. അതുകൊണ്ട് p regionിൽ നിന്നും n regionിലേക്ക് അത് ഡിഫ്യൂസ് ചെയ്ത് പോകും. അതല്ലേ സംഭവിക്കുന്നത്? അപ്പൊ ഇവിടെ നിന്നുള്ള ഓപ്ഷനിൽ നമുക്ക് എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത്? ഫ്രീ ഇലക്ട്രോൺസ് ഇൻ n region അട്രാക്ട് ആണോ? n regionിലുള്ള ഫ്രീ ഇലക്ട്രോൺസ് അട്രാക്ട് ചെയ്യൊന്നുമില്ല. അവിടെ ഫ്രീ ഇലക്ട്രോൺസ് അട്രാക്ട് ചെയ്യാണ്ട്. ഇനി ദേ മൂവ് അക്രോസ് ദ ജംഗ്ഷൻ ബൈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണോ? പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊണ്ടാണോ അത് അക്രോസ് ദ ജംഗ്ഷൻ പോകുന്നത്? അല്ല. ഹോൾ കോൺസെൻട്രേഷൻ ഇൻ p region ഈസ് ഹൈ ആസ് കമ്പയർഡ് ടു n region. So that is the correct answer. അതായത് p regionിലുള്ള ഹോൾ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് n regionിനേക്കാൾ കൂടുതലായതുകൊണ്ടാണ് അതങ്ങനെ diffuse ചെയ്ത് പോകുന്നത്. p regionിൽ നിന്നും n regionിലേക്ക് diffuse ചെയ്ത് പോകുന്നത്. So correct answer is option C. Okay. And next question is for a p-n junction diode the current in reverse bias may be. അപ്പോൾ ഒരു p-n junction diode റിവേഴ്സ് ബയസ് ചെയ്യുന്ന സമയത്തും ചെറിയൊരു കറണ്ട് ഉണ്ടാവും. ഓക്കെ, ആ കറണ്ട് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? മൈനോറിറ്റി കാരിയേഴ്സിന്റെ മൂവ്മെന്റ് കൊണ്ടാണ് p-n junction diode റിവേഴ്സ് ബയസ്ഡ് കണ്ടീഷനിൽ കറന്റ് ഫ്ലോ ഉണ്ടാവുന്നത്. കാരണം നമുക്കറിയാം റിവേഴ്സ് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ റിവേഴ്സ് ബ്രേക്ക് ഡൗൺ സംഭവിക്കും അല്ലെ? റിവേഴ്സ് ബ്രേക്ക് ഡൗൺ സംഭവിച്ച് നമ്മൾ അത് ഓപ്പറേറ്റ് ചെയ്യാം. ഡയോഡ് നോർമലി നമ്മൾ ഓപ്പറേറ്റ് ചെയ്യാറില്ല. ഇനി റിവേഴ്സ് ബയസ്ഡ് കണ്ടീഷനിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഡയോഡ് ഉണ്ട്. അതിന്റെ പേര് എന്താണ്? സെനർ ഡയോഡ് ആണ്. സെനർ ഡയോഡ് അതിനനുസരിച്ച് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഡയോഡ് ആണെന്നൊക്കെ നമുക്കറിയാം. അപ്പൊ റിവേഴ്സ് ബയസിൽ അല്ലാതെ ഉണ്ടാവുന്ന ഒരു കറണ്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡ്യൂ ടു മൈനോറിറ്റി കാരിയേഴ്സ് ആണ്. അപ്പോ ആ കറണ്ടിനെ നമ്മൾ റിവേഴ്സ് കറണ്ട് എന്ന് പറയുന്നു. ഇനി അതിന്റെ റേഞ്ച് ആണ് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ അറിയേണ്ടത്. ഫ്യൂ മില്ലി ആംപിയേഴ്സ് ആണോ, ബിറ്റ്വീൻ 0.2 ആംപിയേഴ്സ് ടു 15 ആംപിയർ ആണോ, ഫ്യൂ ആംപിയേഴ്സ് ആണോ, ഫ്യൂ മൈക്രോ നാനോ ആംപിയേഴ്സ് ആണോ? അപ്പൊ കറക്റ്റ് ആയിട്ട് ഇത്രയേ ഉള്ളൂ. ദ റിവേഴ്സ് സാച്ചുറേഷൻ കറന്റ് ഈസ് ഓഫ് ഓർഡർ നാനോ ആംപിയേഴ്സ് ഫോർ സിലിക്കൺ ആൻഡ് മൈക്രോ ആംപിയേഴ്സ് ഫോർ ജർമേനിയം. ഓക്കെ, നാനോ ആംപിയേഴ്സ് ആണ് സിലിക്കണ്, മൈക്രോ ആംപിയർ ആണ് ജർമീനിയത്തിന്. അപ്പൊ നമ്മുടെ ഓപ്ഷനിൽ നിന്ന് നമുക്ക് എന്തറിയാം? ഫ്യൂ മൈക്രോ ഓർ നാനോ ആംപിയേഴ്സിന് ആൻസർ കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആൻസർ ആയി. ഓക്കെ, അപ്പൊ നമ്മൾ 10 ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. പക്ഷെ 10 ക്വസ്റ്റ്യനിലൂടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ എക്സ്ട്രാ പഠിച്ചു. ഇനിയും ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും നമ്മളിപ്പോ ഇവിടെ പഠിച്ചു കഴിഞ്ഞു. സോ ഇതാണ് നമ്മൾ CTQ ദാറ്റ് ഇസ് കോൺസെപ്റ്റ് ത്രൂ ക്വസ്റ്റ്യനിൽ പഠിച്ചു പോകുന്നത്. നമ്മൾ കോൺസെപ്റ്റ് വേറെ ക്വസ്റ്റ്യൻ വേറെ നമുക്ക് പഠിക്കേണ്ട കാര്യമില്ല. ഒരുമിച്ച് പഠിച്ചു പോകാൻ വളരെ എഫക്റ്റീവ് ആയിരിക്കും. ഇതുപോലെയുള്ള MCQ സീരീസ് നിങ്ങൾക്ക് ഇനിയും കിട്ടും. അത് ഡെമോ ക്ലാസ്സുകൾ നമ്മളെ യൂട്യൂബ് ചാനൽ വഴി നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതല്ലാതെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ഉള്ള കോഴ്സ് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കോഴ്സ് പർച്ചേസ് ചെയ്യാം. താങ്ക് യു.